മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് മാധ്യമങ്ങളെ കണ്ടു. LDF സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷങ്ങൾ വാഗ്ദാനങ്ങളുടെ രാഷ്ട്രീയമല്ല, വികസനങ്ങളുടെ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ചാൽ മാറിയുള്ള ഭരണം സംസ്ഥാനത്തിന്റെ പുരോഗതിയുടെ താളം തെറ്റിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. തുടർ ഭരണം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. തുടർച്ചയുടെ വികസന ഫലം ഇന്ന് നാം അനുഭവിക്കുന്നുമുണ്ട്. കേരളത്തിന്റെ ആഗോള സ്വീകാര്യത വർദ്ധിച്ചതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നിക്ഷേപ വിദേശപത്രങ്ങൾ 1,18,000 കോടി രൂപയുടേതാണ് ലഭിച്ചത്. ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിന്റെ ആഗോള സ്വീകാര്യത വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ഭാവി വ്യവസായ വികസനത്തിന്റെ ഭാഗമായ റെയർ എർത്ത് കോറിഡോർ പദ്ധതി ഇതുവഴി 42,000 കോടി രൂപയുടെ നിക്ഷേപം, 50,000 തൊഴിലവസരം ലക്ഷ്യമിടുകയാണ്. വിഴിഞ്ഞം മുതൽ കൊച്ചി വരെയുള്ള വ്യവസായ ബന്ധം ശക്തിപ്പെടുത്തി രാജ്യത്തിലെ പ്രധാനപ്പെട്ട മാഗ്നറ്റ് നിർമ്മാണ കേന്ദ്രമായി കേരളത്തെ ഉയർത്തുകയാണ് ലക്ഷ്യം. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ മേഖലകളും രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ മുന്നേറുകയാണ്. ഈ പുരോഗതി സംരക്ഷിക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് നാടിൻ്റെ അനിവാര്യമായ ആവശ്യമായി വന്നിരിക്കും. വികസനം തുടർച്ചയുള്ള പ്രക്രിയയാണ്. അതിനെ നിലനിർത്തിയും മുന്നോട്ട് കൊണ്ടുപോയും മാത്രമേ കേരളത്തിൻ്റെ ഭാവി കൂടുതൽ ശക്തമാക്കാൻ കഴിയും. LDFനെ ഇന്നത്തേതിൽ നിന്ന് ഉയർന്ന ഭൂരിപക്ഷം നല്ല രീതിയിൽ ഉറപ്പാക്കിക്കൊണ്ട് നാടിൻ്റെ പുരോഗതിക്ക് കൂടുതൽ വേഗം നൽകാനാവണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. വേനൽ ചൂടിൽ മുൻകരുതൽ വേണമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജാഗ്രത പാലിക്കണമെന്നും പക്ഷിമൃഗാദികൾക്ക് ജലലഭ്യത ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമാണ്. നമ്മുടെ വേനൽ ചൂട് അല്ലാതെ വർദ്ധിക്കുകയാണ്. ഇത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഉച്ച സമയം ഒരു 12 മണി മുതൽ 3 മണി വരെയെങ്കിലും ആ വെയില് നേരിട്ട് കൊള്ളാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലാകെ നല്ല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ അവരവര് വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ പക്ഷിമൃഗാദികൾക്കൊക്കെ വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നതാണ്. നമ്മുടെ അല്ലാതെ വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ വീട്ടുപറമ്പിലൊക്കെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുത്താൽ പക്ഷികൾക്കത് വലിയൊരു ഉപകരിക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എല്ലാ സമയവും നടത്തുന്നതാണ്. എങ്കിലും ഈ 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം നേരിട്ട് വെയിൽ കൊള്ളാത്ത തരത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരിക്കും. G. സുധാകരൻ പുതിയ ക്യാമ്പിലാണ്. അത്തരത്തിലുള്ള വാദങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പ്രതിഭയ്ക്കെതിരെയുള്ള വ്യക്തിഹത്യയെ മുഖ്യമന്ത്രി പരാമർശിച്ചു. പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ അപമാനിക്കുന്നത് ശരിയല്ല. ഇങ്ങനെ അപമാനിക്കുന്നത് മനോവൈകൃതമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു സഹോദരിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ കഴിയുന്നത്? പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അവമാനിക്കുന്ന നില സ്വീകരിക്കുക, അങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു മനോവൈകൃതമാണ്. അപ്പോൾ കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിമർശനമാണ് ഉയർന്നത്. ഇത് എല്ലാവരും പാഠമായി എടുത്തുകൊണ്ട്
നിലപാട് സ്വീകരിക്കേണ്ടതാണ്. തൃശൂരിലും നേമത്തും BJP ജയിച്ചത് കോൺഗ്രസ് സഹായത്തോടെ. അവിടെ കോൺഗ്രസ് വോട്ടുകൾ കാണാനില്ല. കോൺഗ്രസും BJPയും രണ്ടല്ല ഒന്നാണ്. LDFനെ തകർക്കാൻ എക്കാലത്തും ഇവർ ഒരുമിച്ചുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോ സമീപകാലത്തെത്തിയ തൃശ്ശൂരില് BJP ജയിച്ചു. അതിനു മുൻപ് നേമത്ത് BJP അസംബ്ലി റെക്കോർഡ് വന്നു. എങ്ങനെയായിരുന്നു നേമത്ത് അസംബ്ലി റെക്കോർഡ് വന്നത്? നേമത്തുള്ള കോൺഗ്രസ് വോട്ടുകൾ കാണാനില്ല. അതേസമയം അതിനടുത്തുള്ളൊരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് ജയിച്ചു വരുന്നു. അവിടെ BJPയുടെ വോട്ടുകൾ കാണാനില്ല. ഇത് ധാരണയായിരുന്നില്ല. BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ടായി കൊടുത്തത്. 2021 അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ പരസ്യമായി പറഞ്ഞല്ലോ, ഈ അക്കൗണ്ട് ഞങ്ങൾ കൂട്ടിക്കൂടും. അത് കൂട്ടിക്കാനായിരുന്നു. തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് BJPക്ക് ജയിക്കാനായത്? അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കിട്ടിയ വോട്ട് എവിടെ പോയി? ഞങ്ങളും ജയം പ്രതീക്ഷയാണ്, ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കിട്ടിയ വോട്ട് കുറവ് വന്നില്ല. കോൺഗ്രസിന് വലിയ കുറവ് വന്നല്ലോ. രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ നേതാവാണ്. പക്ഷേ പ്രാദേശിക നേതാവിന്റെ നിലവാരം പോലുമില്ല. ഇത്രമാത്രം അധപ്പതനം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിനുണ്ടാകുമോ എന്നും, യോജിക്കേണ്ട ശക്തികൾ യോജിക്കുന്നതിന് പകരം രംഗം കലുഷിതമാക്കുകയാണ് കോൺഗ്രസ് എന്നും പിണറായി വിജയൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഈ അഖിലേന്ത്യാ നേതാവാണല്ലോ. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിന്റെ, പ്രാദേശിക പ്രവർത്തകന്റെ കാര്യവേലും പോലും ഇല്ല എന്നാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പിന്നെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. അതൊന്നും രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഗുണമല്ല. ഇത്രമാത്രം അധപ്പതനം എങ്ങനെയാണ് കോൺഗ്രസ്സുകാരാകെ സർവാദരണീയനായ നേതാവെന്ന് കാണുന്ന ഒരു നേതാവിന് ഉണ്ടാകുന്നത് എന്ന് എന്ത് തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നില എന്താ? രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ കോൺഗ്രസും രാജ്യത്തെ BJPയുടെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനുതകുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി എല്ലായിടങ്ങളിലും സ്വീകരിക്കുന്നത്. ഇപ്പോ കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. BJP ഇതര കക്ഷികൾക്കെതിരെ ഒട്ടേറെ കേസുകൾ എടുത്തിട്ടുണ്ട്, വേട്ടയാടിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ വേട്ടയാടപ്പെടും. ആ ഘട്ടത്തിൽ ഡൽഹിയെ പറ്റി അറിയാലോ. ഡൽഹിയിൽ വടക്കേ ഇന്ത്യയിൽ BJPക്ക് അല്ലാത്ത ഒരു സംസ്ഥാനം ഡൽഹിയായിരുന്നു. ആ ഡൽഹിയിൽ കെജ്രിവാൾ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽപ്പെട്ട ഒരു മന്ത്രി അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ്സുകാരും രാഹുലും പറഞ്ഞ എന്താ, ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇതായിരുന്നില്ലേ ചോദ്യം. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചോദിക്കും. പിന്നീട് അറസ്റ്റും കേസും ഉണ്ടായി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തരാക്കി. BJPയുടെ മുഖത്ത് മാത്രമാണോ അടിയേറ്റത്? രാഹുൽ ഗാന്ധിയുടെ മുഖത്തുമല്ലേ? രണ്ടുപേരുടെ മുഖത്തും കനത്തി അടിയേറ്റില്ലേ? ആ അനുഭവത്തിൽ എന്തെങ്കിലും പാഠം പഠിക്കുന്നുണ്ടോ? എന്താണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? ഡൽഹിയിൽ കോൺഗ്രസിന് എന്താണ് സാധ്യതയുണ്ടായിരുന്നത്? സാധ്യതയൊന്നുമില്ലല്ലോ, പൂജ്യമായിരുന്നല്ലോ. SDPയുടെ വോട്ട് സ്വീകരിക്കുമെന്ന ചോദ്യത്തിന് LDFനെ പിന്തുണയ്ക്കുമെന്ന കാര്യം അറിയില്ല, അത്തരമൊരു പ്രസ്താവന ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നായിരുന്നു പ്രതികരണം. KNA ഖാദറിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എന്തെല്ലാം പ്രാന്താണ് പറയുന്നത്, ഖാദറിനെ ഇടനിലക്കാരനാക്കിയാണോ ഞാൻ ചർച്ച നടത്തിയതെന്നും അദ്ദേഹം സ്വരം ഘടിപ്പിച്ചു. ഓരോ ആൾ എന്തെങ്കിലും ഭ്രാന്ത് പറയുന്നതിന് ഞാനെന്ത് പറയാനുള്ളത്? KNA ഖാദർ സാക്ഷി നിർത്തിയില്ല, ഞാൻ സംസാരിക്കാൻ പോയത് എന്തെല്ലാം ഭ്രാന്താണ് പറയുന്നത്. ഓരോരുത്തർ ഇപ്പൊ എന്താണെന്നറിയോ,
നിങ്ങൾ കാണേണ്ടത് ഓരോ ആളെയും സംബന്ധിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്താനാണ്. നേരത്തെ ആരും ചോദിച്ചില്ലേ, ഇത് നുണകളിൽ പ്രചരിപ്പിക്കുന്നു. ആ ഒരു രീതിയാണ് സ്വീകരിച്ചു പോകുന്നത്. ചില നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ജയിക്കുന്നത് കാണുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് ചില ആളുകളിൽ ചില വികാരമുണ്ടാക്കാൻ മെല്ലെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞതാണ്. ഇത് BJPയുടെ ആളാണ് കേട്ടോ, BJPയാണ് സഹായിക്കുന്നത്. ഇയാള് BJPയുടെ ആളാണ് കേട്ടോ, BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ നല്ലോണം കാണണം. അപ്പൊ അയാളാണെങ്കിൽ നല്ല രീതിയിൽ കേരളം പൊതുവിൽ അംഗീകരിക്കുന്ന ആളായിരിക്കും, നല്ല പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്കെതിരെയാണ് ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. എന്താ ഉദ്ദേശം? പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ LDFനെതിരാക്കി മാറ്റാൻ പറ്റും. ഒരുപാട് ആളുകൾ LDFനെ അനുകൂലിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അതാണ് നാം കാണുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.